ഹായ്, വെൽക്കം ടു ഫ്രാഡോ അക്കാഡമി. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് റേഷ്യോ ആൻഡ് പ്രൊപോർഷനാണ്. അംശബന്ധവും അനുപാതവും. റേഷ്യോ അംശബന്ധം എക്സ് ഇസ് ടു വൈ എന്നതിനെ നമുക്ക് എക്സ് ബൈ വൈ എന്ന് മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. പ്രൊപോർഷൻ അനുപാതം, രണ്ട് അംശബന്ധം തുല്യമായാൽ അവ ഒരേ അനുപാതത്തിലാണെന്ന് നമുക്ക് പറയാം. എക്സാമ്പിൾ എ ഇസ് ടു ബി, സി ഇസ് ടു ഡി, ഇവ ഒരേ അനുപാതത്തിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവയെ എ ഡി ഈസ് ടു ബി സി എന്ന് മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. നമുക്ക് നെക്സ്റ്റ് ഒരു നോട്ടാണ്. എ ഈസ് ടു ബി നമുക്ക് തന്നിട്ടുണ്ട്, സ്മോൾ ലെറ്റർ എ ഈസ് ടു ബി എന്ന് തന്നിട്ടുണ്ട്. ബി ഈസ് ടു സി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ഈസ് ടു ബി ഈസ് ടു സി എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ? ഈ എ ഇൻറ്റു സി ചെയ്യാം, ബി ഇൻറ്റു സി ചെയ്യാം, ബി ഇൻറ്റു ഡി ചെയ്യാം. ഇത് പ്രോബ്ലം വരുമ്പം കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവും. ലെറ്റേഴ്സ് ആയതുകൊണ്ടാണ്. നമ്പേഴ്സ് ആകുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവും. പ്രോബ്ലംസിലേക്ക് പോവാം. ഫസ്റ്റ് പ്രോബ്ലമാണ്. 36നെ 8:1 എന്ന അംശബന്ധത്തിൽ തുല്യമായി ഭാഗിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ചെയ്യുക? തേർട്ടി എന്ന് പറഞ്ഞാൽ 9 ആണല്ലേ. ഈ 8 + 1 9 ഭാഗമാണ് ഈ 36 എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗം എത്രയായിരിക്കും? 36 / 9 ആയിരിക്കും, അതായത് 4. അങ്ങനെയാണെങ്കിൽ 8:1 എങ്ങനെ മാറ്റിയതാ? ഇത് 8 ഭാഗവും ഇത് 1 ഭാഗവും ആണ്. 8 ഭാഗം എന്ന് പറഞ്ഞാൽ 8 × 4, 1 എന്ന് പറയുമ്പോൾ 1 × 4, അതായത് 32, 4, 4 ആണ് വരിക ആൻസർ. അത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. തന്നിരിക്കുന്ന അംശബന്ധം തമ്മിൽ കൂട്ടുക. അപ്പം എന്ത് കിട്ടും? 9 എന്ന് കിട്ടും. 8:1 എന്ന് പറയുന്നത് 9 കിട്ടും. ആ 9 ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്ന 36 എന്ന് പറയുന്നത്. 9 ഭാഗം 36 ആണെങ്കിൽ ഒരു ഭാഗം എത്രയായിരിക്കും? 4 ആയിരിക്കും അല്ലേ. 36 / 9 വരും. 36 / 9 വരും. 36 / 9 വരും. ഒരു ഭാഗം = 4 വരും. ഇവിടെ 8 ഭാഗവും 1 ഭാഗവും ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 8 ഭാഗം എന്ന് പറയുമ്പോൾ 4 × 8 വരും. 1 ഭാഗം എന്ന് പറയുമ്പോൾ 1 × 4 വരും. അപ്പം 32ഉം 4ഉമാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഈസ് ടു ബി തന്നിട്ടുണ്ട്, ബി ഈസ് ടു സി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ഈസ് ടു സി കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. എ ബി സി. എ ഈസ് ടു ബി എന്ന് പറഞ്ഞാൽ 3:10 തന്നിട്ടുണ്ട്. ബി ഈസ് ടു സി എന്ന് പറഞ്ഞാൽ 5ഉം 3ഉം തന്നിട്ടുണ്ട്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ലാസ്റ്റ് വരുന്ന നമ്പർ ഏതാ? 10 അല്ലേ. 10 അതേ നമ്പർ ഇവിടെ സീൻ്റെ അടിക്ക് ഇട്ട് കൊടുക്കാം. ഈ ബീൻ്റെ അതേ നമ്പർ ഇവിടെ ഇട്ട് കൊടുക്കാം. സെയിം നമ്പർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്യുക. ഇപ്പോൾ ഇവിടെ 5 ക്യാൻസൽ, 5 ക്യാൻസൽ, ഇവിടെ 5 ക്യാൻസൽ ചെയ്താൽ 2 മൾട്ടിപ്ലൈ ചെയ്തിട്ടാകുമ്പോൾ എന്നിട്ട് ഇത് 2 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 3 × അവിടെ ഒന്നുമില്ല, 1. അപ്പം 3 തന്നെ വരും. 10 × 1 10 തന്നെ വരും. 2 × 3 6 വരും. ഇതായിരിക്കും എ ഈസ് ടു ബി ഈസ് ടു സി എന്ന് പറയുന്നത്. നമുക്ക് എ ഈസ് ടു സി ആ കാണേണ്ടത്. അതായത് 3:6 എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു 1:2 ആയിരിക്കും ആൻസർ. 1:2 ആയിരിക്കും ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വേറൊരു മെത്തേഡിലും ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് നേരത്തെ കാണിച്ചു തന്നത് ഇക്വേഷൻ വെച്ചിട്ട്. ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പറ്റും? 3:10 പിന്നെ 5ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് 2 മൾട്ടിപ്ലൈ ചെയ്യുക. 15, 10ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്യുക. 50, 3ഉം 10ഉം 30. 15:50 30.
A/C ആ പറഞ്ഞിരിക്കുന്നത്. അപ്പം 15:30 വരും. ദാറ്റ്സ് ഈക്വൽ ടു 1:2. ഏത് മെത്തേഡ് വേണമെങ്കിലും എടുക്കാൻ വേണ്ടി പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ A/B ഈസ് ഈക്വൽ ടു 4:3 എന്ന് തന്നിട്ടുണ്ട്. B/C എന്ന് പറയുന്നത് 5:3 എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ A/B/C എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുക? പോസ് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് ചെയ്ത് നോക്ക്. എന്നിട്ട് ആൻസർ കറക്റ്റാണോ എന്ന് പിന്നെ നോക്കിയാൽ മതി. നമുക്കിതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. A/B/C 4 3 5 3. ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇവിടെ 3 ഇട്ട് കൊടുക്കുക, ഇവിടെ 5 ഇട്ട് കൊടുക്കുക. മൾട്ടിപ്ലൈ മീൻസ് കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യുക. ഇവിടെ കോമൺ ആയിട്ട് 3ലും കോമൺ ആയിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 5 20 ഈസ് ടു 15 വരും അല്ലേ. 3 × 5 3 × 3 9. അപ്പം A/B/C എന്ന് പറയുന്നത് 20 15 9. 20:15:9 ആണ് വരിക. മറ്റേ മെത്തേഡാണെങ്കിൽ A/B/C വരും. ഇത് 4 3, ഇത് 5 3. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക 20, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക 15, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക 9. 20:15:9. അടുത്ത ക്വസ്റ്റ്യൻ ആസിഡ് ജലവും തമ്മിലുള്ള അംശബന്ധം തന്നിട്ടുണ്ട് 2:3 എന്ന അംശബന്ധത്തിൽ ചേർത്ത 1 ലിറ്റർ ലായനി തയ്യാറാക്കുന്നു. ലായനിയിലെ ആസിഡിൻ്റെ അളവ് എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ചെയ്യുക? ആസിഡ് ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണ്. അതായത് ടോട്ടൽ ഭാഗം എന്ന് പറഞ്ഞാൽ 5 ആണല്ലേ ഉള്ളത്. ഈ 5 ആണ് എന്തെന്ന് 1 ലിറ്റർ. 1 ലിറ്ററിനെ നമുക്ക് 1000 ml എന്ന് എഴുതാൻ വേണ്ടി പറ്റും. 1000 ml എന്ന് എഴുതാൻ വേണ്ടി പറ്റും. 5 ഭാഗമാണ് 1000 എങ്കിൽ 1 എത്രയായിരിക്കും? 200 വരും അല്ലേ. 1 200 വരും. നമുക്ക് ആസിഡ് എത്രയുള്ളത്? 2 ഭാഗമാണ് ഉള്ളത്. അപ്പം 2 × 200 വരും. 2 × 200 എന്ന് പറയുമ്പോൾ 400 ml. 400 ml. ആസിഡും ജലവും തമ്മിലുള്ള അംശബന്ധം 2:3 എന്ന് തന്നിട്ടുണ്ട്. അതായത് ടോട്ടൽ നമ്മൾ അതിനെ ടോട്ടൽ എന്ന് പറയുന്ന 5 ഭാഗമാക്കിയിട്ടാണ് മാറ്റുന്നത്. എത്രയാണ് 5 ഭാഗമാക്കുന്നത്? 1 ലിറ്റർ. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ml ആണ്. 1000 ml ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്ത് 1 ഭാഗം 5 ഭാഗം 1000 ml ആണെങ്കിൽ 5 ഭാഗം 1000 ml ആണെങ്കിൽ 1 ഭാഗം എന്ന് പറഞ്ഞാൽ 1000 / 5 വരും. അതായത് 200 വരും. നമുക്കിവിടെ ആസിഡ് എത്ര ഭാഗം എന്നാണ് തന്നിട്ടുള്ളത്? 2 ഭാഗം എന്നാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് 2 × 200 ആയിരിക്കും ആൻസർ. അതായത് 400 ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 25:625 അനുപാതമാണ് X:25 എന്ന് തന്നിട്ടുണ്ട്. 25 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില, അതായത് ഈ 25:625 ഈക്വൽ ടു എന്താണ്? X:25 ആണ്. അതിൻ്റെ രണ്ടിൻ്റെയും റേഷ്യോ അംശബന്ധം എന്ന് പറഞ്ഞാൽ അനുപാതമാണ്. മീൻസ് രണ്ടും ഈക്വലാണ്. 2 അംശബന്ധവും തുല്യമാണ് എന്നാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എങ്ങനെ കാണും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 25 / 625 is equal to X divided by 25. X is equal to എന്ത് വരും? അപ്പം 25 × 25 divided by 625 വരും. ടോട്ടലി ക്യാൻസൽ ആവില്ലേ? എക്സിൻ്റെ വാല്യൂ എന്ത് വരും? 1 വരും. എക്സിൻ്റെ വാല്യൂ 1 വരും. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 10x is equal to 11y ആണെങ്കിൽ x:y എന്താ വരിക? 10x is equal to 11y.
ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ്, അതുകൊണ്ട് ഇപ്പുറം വരുന്ന സമയത്ത് ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വരുന്ന സമയത്ത് ഡിവിഷൻ ആവും. അതായത് എക്സ് ഡിവൈഡഡ് ബൈ വൈ, ഇവിടെയും മൾട്ടിപ്ലിക്കേഷനാണ് 10 എന്ന് പറയുന്നത്. അത് ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തെ സൈഡ് വരുന്ന സമയത്ത് ഡിവിഷൻ ആവും. അപ്പം എക്സ് ഈസ് ടു വൈ എന്ന് പറയുന്നത് 11:10. 11:10. ആൻസർ 11:10 വരിക. ഒന്നുകൂടെ പറയാം. 10x ഇസ് ഈക്വൽ ടു 11y ആണ്. എക്സ് ബൈ വൈ എന്ന് പറയുന്നത് 11 ഡിവൈഡഡ് ബൈ 10 വരും. 11 ഡിവൈഡഡ് ബൈ 10 വരും. അപ്പോൾ എക്സ് ഈസ് ടു വൈ എന്ന് പറയുന്നത് എന്ത് വരും? 11:10 വരും. 11:10 വരും. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, 1:2:3 എന്ന അംശബന്ധത്തിലുള്ള 3 സംഖ്യകളുടെ ശരാശരി 30 ആയാൽ അവയിൽ ചെറിയ സംഖ്യ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1:2:3 എന്ന അംശബന്ധത്തിലുള്ള 3 സംഖ്യകളുടെ ശരാശരിയാണ് എന്ത് തന്നിട്ടുള്ളത്? 30 എന്ന് തന്നിട്ടുള്ളത്. അവയിലെ ഏറ്റവും ചെറിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. 1, 2, 3 എന്നതാണെങ്കിൽ നമുക്ക് സംഖ്യകളെ എക്സ്, 2x, 3x ആയിട്ട് എടുക്കാം. ഇവരുടെ ശരാശരി എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 2x പ്ലസ് 3x വരും, ഡിവൈഡഡ് ബൈ 3യും കൂടി. ശരാശരി എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡിവൈഡഡ് ബൈ എണ്ണമല്ലേ. അപ്പം എക്സ് പ്ലസ് 2x പ്ലസ് 3x ഡിവൈഡഡ് ബൈ 3 വരും. അതായത് 6x ഡിവൈഡഡ് ബൈ 3 വരും. ദാറ്റ്സ് ഈക്വൽ ടു 2x. ഈ 2x ആണ് എന്ത് തന്നിട്ടുള്ളത്? നമുക്ക് 30 എന്ന് തന്നിട്ടുള്ളത്. 2x ആണ് 30 എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 15. 15 ആണ് ഇവിടുത്തെ ചെറിയ നമ്പറും. വേറെ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ് ഇസ് ഈക്വൽ ടു 15 വരും. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, a/b ഇസ് ഈക്വൽ ടു 1:2 എങ്കിൽ 4 × b - a എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ചെയ്യുക? a/b നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ a/b നമുക്ക് a/b എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ദാറ്റ്സ് ഈക്വൽ ടു 1/2. അപ്പോൾ എൻ്റെ വാല്യൂ എത്രയാണ് വരിക? b/2 എന്ന് വരും അല്ലേ. എൻ്റെ വാല്യൂ b/2 എന്ന് വരും. ഇനി നമുക്ക് ഈ ഒരു സംഭവത്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 4 × b മൈനസ് എൻ്റെ വാല്യൂ എക്ക് പകരം b/2 എന്ന് കൊടുക്കാം. b - b/2 എന്ന് പറഞ്ഞാൽ b/2 വരും. അപ്പോൾ 4 × b/2 ദാറ്റ്സ് ഈക്വൽ ടു, ഇത് രണ്ടും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 2b ആൻസർ വരും. 2 × b ആൻസർ വരും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 2 സംഖ്യകളുടെ അംശബന്ധം 7:2. LCM 140 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ സംഖ്യ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന് നമ്മൾ ഒരു ഇക്വേഷൻ, 2 സംഖ്യകളുണ്ടെങ്കിൽ നമുക്ക് LCM HCF ഒക്കെ വെച്ചിട്ടൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. 2 നമ്പേഴ്സ് ഇവിടെ ഇപ്പം 7x-ഉം 2x-ഉം ആയിട്ട് എടുക്കാം. 2 നമ്പേഴ്സ് അങ്ങനെയാണെങ്കിൽ 7x × 2x ഇസ് ഈക്വൽ ടു LCM × HCF എന്ന് എടുക്കാം. LCM എന്ന് പറഞ്ഞാൽ ലാസാഗു, HCF എന്ന് പറഞ്ഞാൽ ഊസാഗ. (7x × 2x is equal to LCM × HCF എന്ന് തന്നിട്ടുള്ളത്. ഇവിടുത്തെ ഊസാഗ അഥവാ HCF എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള സാധനമല്ലേ. കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനം, അതായത് പറ്റുന്ന നമ്പർ, അതായത് എക്സ് എന്ന് വരും. അതാണ് എക്സ്. ഇൻറ്റു LCM എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? എടാ 7x × 2x ഇസ് ഈക്വൽ ടു HCF × LCM ആണ്. HCF എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ആണ്, കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ എക്സ്. ഇൻറ്റു LCM നമ്മൾ അങ്ങനെ തന്നെ എഴുതും.
ഇവിടെ നമുക്ക് എക്സും ക്യാൻസൽ ചെയ്യുക. അതായത് 14x ഇസ് ഈക്വൽ ടു ആണ് LCM എന്ന് പറയുന്നത്. 14x ഇസ് ഈക്വൽ ടു ആണ് LCM. LCMൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 140 തന്നിട്ടുണ്ട്. അതായത് 14x ഇസ് ഈക്വൽ ടു ആണ് എന്തെന്ന് 140 എന്ന് പറയുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര വരും? 10 വരും. 140 ഡിവൈഡഡ് ബൈ 14. എക്സിൻ്റെ വാല്യൂ 10 വരും. എക്സിൻ്റെ വാല്യൂ 10 കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വലിയ സംഖ്യ ഏതെന്നാ. നമുക്ക് ഏതെല്ലാം സംഖ്യകളുള്ളത്? 7x 2x. അപ്പം വലിയ സംഖ്യ എന്ന് പറയുന്നത് 7x ആയിരിക്കും. അതായത് 7 × 10. അപ്പോൾ ആൻസർ എത്ര വരും? 70 ആയിരിക്കും ആൻസർ. താങ്ക് യു.